ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കും എന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം ഇസഹാക്കിനോടുള്ള ദൈവിക ഇടപെടലാണ്. ഇസഹാക്കിന്റെ കാലത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായി. ക്ഷാമമുള്ള സ്ഥലത്ത് തന്നെ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. അങ്ങനെ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്ക് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്റെ പിതാവായ അബ്രഹാം കുഴിച്ച് ഫെലിസ്ത്യർ മൂടിയ ഉറവകളെ ഇസഹാക്ക് തുറന്നു. പുതിയ കിണറുകളെ ഇസഹാക്ക് കുഴിച്ചു. എന്നാൽ ഇസഹാക്കിനോടും ഇടയന്മാരോടും പലരും ശണ്ടയ്ക്ക് വന്നു. എന്നാൽ അവിടെ നിന്ന് മാറിപ്പോയി അവർ മറ്റൊരു കിണർ കുഴിച്ചു. അവിടെ ആരും ശണ്ടയുണ്ടാക്കാൻ വന്നില്ല. അപ്പൊ ഇവിടെ ഒരു സന്ദേശം, വാഗ്ദത്തമുള്ളവന് ക്ഷാമങ്ങൾ വരാം, ചിലരൊക്കെ നിന്നോട് കലഹിക്കാം, ശണ്ടയുണ്ടാക്കാം, പക്ഷെ അതൊന്നും നീ കാര്യമായി എടുക്കരുത്. അവിടുന്ന് മാറി മറ്റൊരു കിണർ കുഴിച്ചു. അവിടെ ആരും അവനോട് കലഹിക്കാൻ വന്നില്ല, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ വന്നില്ല. അപ്പോൾ അവര് പറയുകയാണ്, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. ചില പ്രതിസന്ധിയിലൂടെ പോയത് നിന്നെ തകർക്കാനല്ല, നിനക്കൊരു ഇടം ദൈവം ഉണ്ടാക്കി തരാം. പല വീട് മാറി മാറി താമസിക്കുന്ന, ജോലിയോട് ബന്ധപ്പെട്ട് മാറി മാറി താമസിക്കുന്ന ചിലരോടൊക്കെ കർത്താവ് സംസാരിക്കുക. നിനക്കൊരു പുതിയ ഇടം കർത്താവ് ഒരുക്കി തരാൻ പോകും. ഈ ആത്മീക സന്ദേശത്തെ മുൻനിർത്തി പറഞ്ഞാൽ നിനക്കൊരു രഹബോത്ത് ഒരുക്കപ്പെടുവാൻ പോകുകയാണ്. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് ഈ ദിവസങ്ങൾ ദൈവം ഇടം ഉണ്ടാക്കി തരും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യോസഫ് സാധാരണ കുടുംബത്തിൽ പിറന്നയാള്. അവന്റെ സഹോദരന്മാർ അവനെ ഒതുക്കുവാൻ നോക്കി. അവൻ ചെന്നിടത്തെല്ലാം അവന് പൊട്ടക്കുഴിയും അപവാദങ്ങളും ഇരുമ്പഴികളുമായിരുന്നു. പക്ഷേ ദൈവം അവനൊരു ഇടമുണ്ടാക്കി. രാജ്യത്തെ രണ്ടാമനായി ഇല്ലാത്തൊരു ഇരിപ്പിട ഉണ്ടാക്കിയിട്ട് അവന് ഇടമുണ്ടാക്കി ദൈവം അവനെ അവിടെ ഇരുത്തി. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. അല്പകാലങ്ങൾക്കകത്ത് നിനക്കൊരു ഇടമുണ്ടാക്കി. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ നിനക്കൊരു രഹബോത്ത് ഒരുക്കപ്പെടാൻ പോകും. ഞാൻ ദൈവത്തിന്റെ വായായി പ്രവചിക്കുക, നിനക്കൊരു രഹബോത്ത് ഉടനെ ഒരുക്കപ്പെടും. ഒന്നിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. അവർക്കൊരു ഇടമുണ്ടാക്കി കൊടുക്കണം കർത്താവേ. ഇന്നലകളിൽ അവരെ അസ്വസ്ഥപ്പെടുത്തിയ ആരും ശണ്ട കൂടാൻ വരാത്ത ദൈവം ഒരുക്കി ഒരു രഹബോത്ത് ഒരുങ്ങി വരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിനക്കൊരു രഹബോത്ത് ഒരുക്കപ്പെടും. കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലസ് യു.